ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. സിനിമയിലേക്ക് ഒരു കഥ എഴുതുക. എന്നിട്ട് ആ കഥ അവിടെ അവതരിപ്പിക്കണം. അപ്പോൾ അനീഷാണ് ആദ്യമായിട്ട് എഴുതിയിട്ട് കഥ പറയുന്നത്. അനീഷ് പറഞ്ഞത് അനീഷ് നായകനും ആദില നായികയായിട്ടാണ് അനീഷ് കഥ എഴുതിയിരിക്കുന്നത്. അതായത് ഒരു എയർപോർട്ടിൽ വെച്ച് നായകൻ ഒരേ എയർപോർട്ടിൽ തന്നെ നായകനും നായികയും കണ്ടുമുട്ടുന്നു. പക്ഷേ ഇവർ തമ്മിൽ പരിചയപ്പെടുന്നൊന്നുമില്ല. നായകൻ ഒരു ഡീസൻറ്റ് മാനാണ്. നായികയാണെങ്കിൽ ബോബൊക്കെ ചെയ്ത് അലക്ഷ്യമായി മുടിയൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അങ്ങനെ ഇവർ ഒരേ ഫ്ലൈറ്റിൽ തന്നെ യാത്ര ചെയ്യുകയാണ്. അപ്പം വിൻഡോ സൈഡിലാണ് നായകന് സീറ്റ് കിട്ടിയത്. അപ്പോൾ നായകൻ പുറം കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നായികയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ സീറ്റ് നായികയ്ക്കും കിട്ടി. അപ്പോൾ സിനിമയുടെ പേരെന്ന് പറയുന്നത് ചെന്നൈ മലർ എന്നാണ്. അങ്ങനെ ഇവർ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞപ്പം നായകൻ പുറത്തെ ഭംഗിയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നായിക ഉറങ്ങി നായകൻ്റെ തോളിൽ വീഴുന്നു. അപ്പം നായകന് ഇറിറ്റേറ്റ് എടുക്കുന്നു. പക്ഷേ ഉറങ്ങുന്ന ഒരാളെ ഉണർത്താനായിട്ട് പോയില്ല. അത് കഴിഞ്ഞ് അരമണിക്കൂറൂടെ കഴിഞ്ഞപ്പം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് അങ്ങനെ ഇവരവിടെ ഇറങ്ങുകയാണ്. പിറ്റേന്ന് നായകനൊരു BB കമ്പനിയിൽ വലിയൊരു കമ്പനിയാണ് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാണ്. അതേ കമ്പനിയിൽ തന്നെയാണ് ഈ നായികയും വരുന്നത് ജോയിൻ ചെയ്യാൻ. അങ്ങനെ നായകൻ നല്ല രീതിയിൽ തന്നെയാണ് ആ ജോലിയോട് മാന്യത കാണിക്കുന്നത്. നായിക ചില ടൈമിന് പഞ്ചിങ് ടൈം വരും, ചില ടൈമിന് ജോലി നല്ല രീതിയിൽ ചെയ്യത്തില്ല. പക്ഷേ നായകൻ്റെ ആ ജോലിയുടെ അത് കണ്ട് അവിടുത്തെ മാനേജർ ഒരുപാട് ബഹുമതി നൽകുകയാണ്, പ്രൊമോഷൻ നൽകുകയാണ്. അങ്ങനെ ഇത് നായികയ്ക്ക് അസൂയാവുന്നു. അപ്പം ഈ അനീഷിനെ എങ്ങനെയെങ്കിലും അത് നായകനും നായിക അനീഷും ആദിലയാണല്ലോ പറഞ്ഞു വിടണമെന്ന് തീരുമാനമെടുക്കുന്നു. അതിനായിട്ട് 2 കൂട്ടുകാരികളുടെ സഹായം തേടുന്നു. കൂട്ടുകാരികൾ നൂറയും അനിമോളുമാണ്. അങ്ങനെ ഇവർ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ് ഷാനവാസ്. വില്ലനായിട്ട് ഷാനവാസിനെയാണ് ഇവർ കൂട്ടുപിടിക്കുന്നത്. ഷാനവാസ് ആദിലയ്ക്കും അനീഷിനും പണി കൊടുക്കുന്നു. ഒരു പാസ്വേഡ് അവിടെ നിന്ന് ചേഞ്ച് ചെയ്യുന്ന കമ്പനിയുടെ അത് മാനേജർ കണ്ടുപിടിക്കുന്നു. അത് അനീഷും ആദിലയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ ഇവരെ പണിയിൽ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇവരൊരു ബീച്ചിൽ മീറ്റ് ചെയ്യുകയാണ്. ഇത് കണ്ടുപിടിക്കേണ്ട ഇതിനെക്കുറിച്ച് മീറ്റ് ചെയ്യുന്നു. അവസാനം ഇവർ കണ്ടുപിടിക്കുന്നു വില്ലൻ ഷാനവാസ് തന്നെയാണ്. അങ്ങനെ ആ ഓഫീസിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവർ അത് തെളിയിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഷാനവാസിനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇവർ വീണ്ടും ഇഷ്ടത്തിലാവുന്നു. അങ്ങനെ ഈ നായകനും കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് ഇവർ കമ്പനിയിൽ നിന്ന് ലീവ് എടുത്ത് പോവുകയാണ് അവരുടെ നാട്ടിലോട്ട്. ഈ വന്ന അതേ ഫ്ലൈറ്റിൽ തന്നെ അവർ ഒരുമിച്ച് പോകുന്നു. അങ്ങനെ അവർ പുതിയ ജീവിതം തുടങ്ങുന്നു. അതാണ് അനീഷിൻ്റെ കഥ. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.